ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ്, കായംകുളത്ത്. ഞാനിവിടെ വരെ ഒരു അത്യാവശ്യത്തിന് വന്നതാണ്. അപ്പം ഞാൻ വാടാ വാടാ കയറുന്നില്ലേ? മറ്റേ കയറുന്നുണ്ടോ? ഇത് നമുക്ക് ഇടാൻ നോക്കി തരിക. അപ്പം ഞാനൊരു അത്യാവശ്യത്തിന് വന്നതാണ്. അപ്പം ഞാൻ ബീച്ചിലൊക്കെ പോയി ഒരു വീഡിയോ എടുക്കുക. അതാണ് എൻ്റെ മുഖമൊക്കെ കറുത്തിരിക്കുന്നത്. അത് ഞാൻ വിചാരിച്ചു എൻ്റെ മുടി വെട്ടണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ കരുതി പാർലറിലൊന്നും പോകുന്നില്ല. എൻ്റെ മുടി മാമിയാണ് പണ്ട് തൊട്ടേ വെട്ടിത്തരുന്നത്. മാമി വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീക്കി മാമി വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മുടി പെട്ടെന്ന് വളരും. അധികം ദിവസമൊന്നും എടുക്കാതെ പെട്ടെന്ന് വളരും. പേരൊന്നും പറയാമോ? അനന്തോന്നി. അപ്പോൾ മാമി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. അപ്പോൾ ഞാൻ വെച്ച് മാമിയെ കൊണ്ട് വെട്ടിക്കാന്ന്. അപ്പോൾ മാമി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് എപ്പോഴത്തേക്കുണ്ട് എൻ്റെ മുടി. അപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ വെച്ച് മുടി അങ്ങ് വെട്ടിക്കളയാന്ന്. പെട്ടെന്ന് വളർന്നാലും ഞാൻ വീണ്ടും വെട്ടും. എന്നാലും മാമിയെ കൊണ്ട് വെട്ടിക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആവും. കടയിലൊക്കെ പോയി വെട്ടുന്നതിനെക്കാട്ടിലും എനിക്കത് ഇഷ്ടം അതാണ്. അപ്പോൾ അത് നമുക്ക് മുടി ഒന്ന് കഴുകണത് ഉണ്ട്. ഉടക്ക് പിടിച്ച് മൊത്തം വണ്ടിയിൽ കൊണ്ട് പറന്ന് മൊത്തം ഉടക്കൊക്കെ വന്നു. അപ്പോൾ നമുക്ക് മുടി വെട്ടാം. ഞാൻ ആദ്യം പോയി മുടി ഒന്ന് കഴുകട്ടെ. 1 മണിയാകുമ്പോൾ വരുവാടാ അമ്മ? ഓക്കെ, ഞാൻ മുടി കഴുകുന്ന ഒരു വീഡിയോ എടുത്തു തരണേ. ടാറ്റ പറ. ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ മുടിയാകുമ്പോൾ മുടി നനച്ചിട്ടില്ലേ കട്ട് ചെയ്യും. അപ്പം ഞാൻ വെള്ളം കോരാൻ പോവാണ്. ഇത് സാധാരണ പാർലറിലെ മുടി വെട്ടുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായിരിക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് വെള്ളം എന്താ ഒരു മഗ് തരാണ്ട് ആ പാത്രം കിട്ടും. ഇത്ര ആളായി മാറ്റി വെക്കും. ക്ലോസപ്പ് വന്നെടുക്കും. എൻ്റെ അളിയ എന്തൊരു സുഖം. അയ്യോ കിടില. കിണറ്റിലെ വെള്ളത്തിന്റെ എറണാകുളത്തെ വെള്ളത്തിന് എന്തൊരു ചൂടാന്നറിയോ? ഈ വെള്ളം നല്ല തണുക്കണോ. അതിലോട്ട് ആരെങ്കിലും പൈപ്പ് ഫിറ്റ് ചെയ്യോ? അയ്യോ ഇപ്പോഴുണ്ടോ 2 ദിവസം കൂടെ ഇരിക്കും. ഇതാണ് നമ്മുടെ കടയിൽ വാഷ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല നമ്മൾ ഇങ്ങനെ തല കഴിയണം. തല അങ്ങോട്ട് തണുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സുഖം കിട്ടും. ഞാനെന്തായി കാണും. അമേസിങ് എന്ന് പറഞ്ഞ അമേസിങ്. അയ്യേ വെള്ളം വീഴുന്നുടുപ്പിനകത്തിട്ട്. മണ്ണോ? ഹായ്, നല്ല സുഖം. മാമി വരുമ്പോഴത്തേക്ക് നമുക്ക് മുടിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഉടക്ക് പോകുമ്പോൾ ഭയങ്കര ഉടക്ക് മുടിക്കും. മുടിയെല്ലാം വെട്ടിക്കളയാൻ പോകും.
എൻ്റെ കൂടെ വരും. മാമനാണ് എവിടെയാ പോയത്? തുടക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കാൻ നമുക്ക് കട്ട് ചെയ്ത്. പൊടിഞ്ഞു പോവാ എല്ലാം. ആ അതാ ഞാൻ മുന്നേ വെട്ടാന്ന് വെച്ചത്. അല്ല എത്രയെന്ന് പറ, ഒന്ന് പിടിച്ചു കാണിച്ചേ എത്ര മുടി ഉണ്ടെന്ന്. ഇപ്പം അമ്മ ഇപ്പൊ പിടിച്ചേക്കുന്ന അത്രയും മതി അമ്മ. അയ്യേ ഓടിയുണ്ട്. മുട്ട കൂടി അമ്മ ഇന്നാളെ ആദ്യമായിട്ട് അമ്മ വെട്ടിക്കൊടുത്തില്ലേ? ആ അത്രേ. മിക്കവാറും ജീപ്പിന് തലയ്ക്കുന്നു. ഈ മാമി തുമ്പത്ത് കൊണ്ടൊന്ന് ഇട്ടുക അല്ലടി ഒതുക്കി പിടിക്കട്ടെ. എന്താ പറയാ ചുരുണ്ടി ഉരുണ്ട് വരുമോ അമ്മ മുടി? ആ ഒരുപാട് താഴോട്ടുണ്ടോ? ഇല്ലടി പപ്പ തല്ലി പൊളിക്കുന്നു അത്രക്ക്. നീ കണ്ടോ? കണ്ട് ഞാൻ അമ്പടിയും കൊണ്ടാ തുണി കൊടുക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ ഇട്ടുന്ന എന്നോട് പറഞ്ഞു നീ ആയിരുന്നു ഇവനെ കൊണ്ട്. ഞാൻ വെച്ചിരുന്നു ഇവൻ 6 പുറകെ ഇരുന്നു പോകുന്നു. സെറ്റ് ഓഫ് ചെയ്യട്ടെ. മതി. ഇത്തിരി മുടിയുണ്ടോ ഇപ്പൊ? 4 നേരം അമ്മ എന്റെ തല മൊത്തം വീട്. ഇങ്ങനെ കിട്ടിയാ മതി. കുടുംബത്തെ വൃത്തിയെടുക്ക. ആ ഇതാ ഞാൻ ഇത്രയും മതി, ഇത്രയും മതി. സാരി എടുക്കുമ്പോ നല്ല വൃത്തിയാടാ. ഒത്തിരി മുടി വെട്ടി അങ്ങനെ അമ്മ ചേച്ചി ആദ്യമായിട്ട് സാരി എടുക്കാൻ കുഴിച്ചിടണ്ട, കടലിൽ കൊണ്ട് കളഞ്ഞു. കവറിങ് എടുത്തോണ്ട് വെട്ടി ഗൈസ്. ഇങ്ങനുണ്ട് എന്തോ ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ മുടി. പുറത്ത് പോയിട്ടൊന്നുകൊണ്ട് ആകെ കുളവായിട്ടിരിക്കുവാണ്. അപ്പം ഞാൻ കരുതി കുറച്ചൊന്ന് എണ്ണയൊക്കെ ഇട്ടൊന്ന് ഒതുക്കാം, കുളിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എണ്ണയിട്ട് മുടിയെല്ലാം പറന്ന് ഒരു കോലമായിരിക്കുവാണ്. കണ്ടോ, ഇതാണ് ഞാൻ മെയിനായിട്ട് മുടി വെട്ടിയത്. കാരണം ഭയങ്കര ഉടക്ക്. എണ്ണ എടുക്കട്ടെ. ഞാൻ പാരഷൂട്ടിൻ്റെ എണ്ണയാണ് വെച്ചത്. മറ്റേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നുപോയി. അത് ഉണ്ടാക്കണം. ഞാൻ നന്നായിട്ട് എണ്ണ ഇടും മുടിയിൽ. നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് ഷാമ്പൂ ചെയ്യും. ഇന്ന് വണ്ടിയിലിരുന്ന് പറന്നാകെപ്പാടെ കുളമായി. അപ്പോൾ അതാണിങ്ങനെ വരുന്നത്. ഇത്തിരി മുടിയേ ഉള്ളെങ്കിലും ഭയങ്കര ഉടക്കാണ്. നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഭയങ്കര ഉടക്കമുണ്ട്, നന്നായിട്ട് കൊഴിയുന്നുണ്ട്.
ഇപ്പം ഇത്രയായി മുടി കണ്ട. നേരത്തെ ഒരു ഇത്തിരി വെട്ടിയോളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കുള്ള ലെങ്ത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ടുണ്ടാവും. കാരണം മാമി വെട്ടിയാൽ നന്നായിട്ട് കിളിക്കും. അതുകൊണ്ട് കുളിക്കണം. അപ്പം ഞാൻ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് തല കഴുകിയായിരുന്നു. കാരണം മുടി വെട്ടുമ്പോൾ മുടി നനഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കഴുകിയില്ല. ജസ്റ്റ് അവിടുത്തെ കിണറ്റിലെ വെള്ളം കണ്ടപ്പോൾ ഒന്ന് തല കഴുകി. അപ്പം ഞാൻ നന്നായിട്ട് എണ്ണ ഇട്ടു. ഇനി ഇപ്പം ഞാൻ വെളിച്ചെണ്ണ കത്തി വീണു, തല കുത്തി വീണ പോലായി. നന്നായിട്ട് ഞാൻ എണ്ണ ഇടും. ചിലക്ക് നന്നായിട്ട് എണ്ണ വയ്ക്കും. എന്നെ കണ്ടോ? എണ്ണ വെച്ചു. അപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂർ ഇരുന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. 1/2 മണിക്കൂർ എണ്ണ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയി കുളിക്കാം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ എണ്ണ വെച്ച് കുളിച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ തല വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കോലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുടിയുടെ അവസ്ഥ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. കാരണം ഇത്ര ഹെയർ ഓൾറെഡി ഉള്ള പോലെ തോന്നുന്നു. അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. മാറ്റമൊന്നും വലുതായിട്ട് പറയാനില്ല. കാരണം എൻ്റെ മുടിയുടെ താഴ്വശം എല്ലാം ചുരുണ്ട് കേളായിട്ടിരിക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇതാണ് മുടിയുടെ അവസ്ഥ. സ്ട്രൈറ്റ് കട്ടാണ് ചെയ്തത്. ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് കട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേറെ ലെയർ കട്ടോ അങ്ങനെ വേറെ രീതിയിലൊന്നും മുടി കട്ട് ചെയ്തിരുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് കട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. അപ്പം ഞാൻ ഓഫീസിൽ പോട്ടെ. ടാറ്റാ ബൈ.